ജനങ്ങൾ ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, അതിന് പ്രതിപക്ഷ നേതാവ് കൊടുത്ത മറുപടി, അതെല്ലാം മാധ്യമങ്ങളിലൂടെ ആവർത്തിച്ചും നിയമസഭ തത്സമയം വെബ് സ്ട്രീമിംഗ് വഴിയും അങ്ങനെയൊക്കെ പല മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഇതിനകം തന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്, ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നടത്തിയ വിശകലനത്തിൻ്റെ തുടർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദാസനാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജനം ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നതാണ്, ദാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിജയ, ജനങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കൂടി അത് തോന്നണം എന്ന് പിണറായി വിജയനോട് ജനം തിരിച്ചു പറയുകയാണ്. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുന്നവനാണ്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, ജനങ്ങളുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന ഒരാളാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? എനിക്ക് തോന്നിയിട്ടില്ല. ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ അധികമൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു ദാസനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. അത്രയ്ക്ക് ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിയമസഭയിലെ മറുപടി തന്നെ ആ ധാർഷ്ട്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അത്രയും അഹങ്കാരത്തോടെ, അഹന്തയോടെ മറുപടി പറയുകയാണ്. ഞാൻ കണ്ട കാര്യം അന്നും ഇന്നും പറയും, കാണാത്ത കാര്യം, അദ്ദേഹത്തിന് ഇരുന്ന സീറ്റ്, ആ വാഹനമൊക്കെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഇപ്പുറത്ത് പൂച്ചട്ടി രക്ഷാപ്രവർത്തനം, ഹെൽമെറ്റ് അടിയൊക്കെ നടക്കുന്നത്. ആ കാണാത്ത കാര്യം, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ, കാണാത്ത കാര്യം ദൃശ്യങ്ങളായി മുന്നിലുണ്ടല്ലോ. അങ്ങയുടെ മുന്നിൽ ഇതുവരെ ആ ദൃശ്യം എത്തിയിട്ടില്ല, അങ്ങ് അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും ദയവ് ചെയ്ത് പറയരുതേ. അങ്ങ് അത് കാണാതിരിക്കുകയാണ്, അങ്ങ് അത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു വാഹനം, അതായത് നവകേരള യാത്രയ്ക്കായി ഉപയോഗിച്ച ബസ് കടന്നു പോയതിനു ശേഷം നടന്ന വളരെ വിവാദമായ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്നിതുവരെ കണ്ടിട്ടില്ല എന്ന മട്ടിൽ, കണ്ട കാര്യമേ ഞാൻ പറയൂ, മറ്റത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ മലയാളികൾക്ക് കഴിയുമെന്ന് അങ്ങ് ദയവ് ചെയ്ത് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ നോക്കൂ, SFIയെ കാടടച്ച് വിമർശിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, KSU അവിടെ അങ്ങനെ ഒരു കള്ളമാണ് പറഞ്ഞതെങ്കിൽ, ഇന്നിപ്പോൾ സാൻജോസ് നമ്മുടെ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും പല കാര്യങ്ങളിലും പതറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തെളിയണം. ഇടിമുറിയുണ്ട് എന്ന് നിയമസഭയിലും ഇന്ന് പറയുകയാണ്, നിയമസഭയിലും ഇന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇടിമുറിയിലിട്ട് സാൻജോസിനെ ഇടിച്ചെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് തെളിയിക്കണം. അതല്ല KSU മനഃപൂർവ്വം അങ്ങനെയൊരു അക്രമത്തിന് പദ്ധതിയിട്ടതാണ്, SFIയെ മനഃപൂർവ്വം കുടുക്കാനായി നോക്കിയതാണ് എങ്കിൽ അതും പുറത്തു വരണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി മാത്രമേ ഈ ക്യാമ്പസ് പിടിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം അത് KSUവിന് നൽകിയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ കാര്യവട്ടം ക്യാമ്പസിൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ ഇടിമുറിയെക്കുറിച്ച്, ഇടിമുറിയിലൂടെ വളർന്നു വന്നവരല്ല SFIയുടെ വളർച്ച, കഴിഞ്ഞ 50 വർഷത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇടിമുറി മാത്രമല്ല, വെട്ടും കുത്തും എല്ലാ സംഭവത്തിലൂടെയും കടന്നു വന്നിട്ടുള്ള സംഭവ ബഹുലമായ ചരിത്രമാണ് 50 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ SFIയെ വിമർശിക്കുമ്പോൾ SFI വിമർശനത്തിന് അതീതമാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്നു, പാർട്ടി തിരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ, ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉള്ള സമയത്താണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാചകങ്ങൾ വന്നു വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു പാർട്ടി അതിന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടുള്ള കണക്റ്റ് മെച്ചപ്പെടുത്താനായിട്ടൊരു ശ്രമം നടത്തേണ്ട സമയത്താണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നത്, ഞാൻ കണ്ട കാര്യം അന്നും എന്നും പറയും. അപ്പോൾ അന്ന് കണ്ടത് ഇതുവരെ ഇങ്ങേർക്ക് മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്ന് ജനം തിരിച്ചു ചോദിക്കും. മനസ്സിലെങ്കിലും ചോദിക്കും. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ പോലും മനസ്സിൽ ചോദിക്കും, ഇതെന്താ പിന്നെയും ഇങ്ങനെ പറയുന്നത്, ഇതുവരെ ഇതൊന്നും മനസ്സിലായില്ലേ എന്ന് വീട്ടിലിരുന്നു കൊണ്ട് TV യിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ പോലും ചോദിച്ചു പോകും. അവരടക്കം വോട്ട് ചെയ്യേണ്ടവരാണ്, അവരടക്കം വോട്ട് ചെയ്താലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചു വരവിനുള്ള ഒരു സ്കോപ്പ് കേരളത്തിലുള്ളൂ. അതുകൂടി കൊട്ടിയടയ്ക്കുകയാണ്. നേരത്തേതുപോലെയൊന്നുമല്ല. സ്ത്രീ വോട്ടർമാരൊക്കെ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടൊന്നും വോട്ട് ചെയ്യുന്ന കാലമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇപ്പോൾ അഭിപ്രായ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വീട്ടിലിരുന്ന് ടെലിവിഷൻ സ്ക്രീനിലൂടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരാണ്. അവർ കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. പലയിടങ്ങളിലും വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള രീതിയിലാണ്. അത് CPMന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിലെ അവസ്ഥ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പാർട്ടിക്കാരുടെ ഗുണ്ടായിസത്തിന് അതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും CPI ആയാലും കേരള കോൺഗ്രസ് M ആയാലും NCP ആയാലും ഏത് പാർട്ടി ആയാലും സ്വന്തം പാർട്ടിയിലെ ആളുകൾ ഗുണ്ടായിസം ചെയ്താൽ അത് ഗുണ്ടായിസമാണെന്ന് പറയുകയെങ്കിലും ചെയ്യണം. അതൊരു മിനിമം മര്യാദയാണ്. കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്ന് ഉറപ്പ് നൽകി അധികാരത്തിലേക്ക് പോകുന്നവരാണല്ലോ ഓരോ പാർട്ടിയിലെയും നേതാക്കൾ. അപ്പോൾ സ്വന്തക്കാർ ചെയ്തു കഴിഞ്ഞാൽ, സ്വന്തം എൻ്റെ ആളാണ് അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്താൽ ഞാൻ
കണ്ണടയ്ക്കും എന്ന് പറയുന്നത് ശരിയല്ല. ആരായാലും തെറ്റിന് നേരെ തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു നേതാവാവുകയുള്ളൂ. ആ നേതൃഗുണം പിണറായി വിജയൻ ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിയമസഭയിൽ നമ്മൾ കണ്ടത്. അതായത് ന്യായീകരിക്കുകയാണ്, തെറ്റിനെ ന്യായീകരിക്കുകയാണ്. തെറ്റിനെ ന്യായീകരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ എത്ര നല്ല നേതാവാണെങ്കിലും നിങ്ങളിലെ ആ നേതൃഗുണം നഷ്ടമാകുമെന്നുള്ളതാണ് ഇന്നത്തെ നിയമസഭയിലെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ വാർത്തയായി നമ്മുടെ മുന്നിലുള്ളതും അതാണ്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ ധാർഷ്ട്യം തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ ധാർഷ്ട്യം എന്ന് പറയുമ്പോൾ ആ ധാർഷ്ട്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിമർശിച്ചിട്ടുള്ളത് ആരുടേതാണ്? മുഖ്യമന്ത്രിയുടേതാണ്. മൈക്കിന്റെ അടക്കം പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ജസ്റ്റേഴ്സ് അവതാരകയോട്, അങ്ങനെ പല പല കാര്യങ്ങളിലും ഈ ധാർഷ്ട്യം എന്ന് പറയുന്ന സിംഗിൾ പോയിന്റിൽ പിടിച്ചുകൊണ്ട് കേരളം വിമർശിച്ചിട്ടുള്ളതാണ് പിണറായി വിജയനെ. ഇന്ന് അദ്ദേഹം അതേ ധാർഷ്ട്യത്തോടു കൂടിയാണ് ആ മറുപടി നൽകുന്നത്. ഞാൻ അന്ന് കണ്ടത് അന്ന് പറഞ്ഞു, ഇന്നും പറയും, നാളെയും പറയും എന്നുള്ള മട്ടിൽ ഒരു മാറ്റവുമില്ല. ഞാൻ ഒരു പോയിന്റ് പോലും മാറ്റാൻ തയ്യാറല്ല. അന്നത്തെ എൻ്റെ ഉറച്ച തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ തത്തയെ വളർത്തുന്നുണ്ടെങ്കിൽ അറിയാം, തത്ത നമ്മൾ എന്താണോ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അത് തന്നെ പറയുള്ളൂ. തത്ത മാറ്റത്തേ ഇല്ല, അതേ സെന്റൻസ് ആയിരിക്കും തത്ത പറയുന്നത്. അപ്പോൾ ഈ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തത്തയെ പതുക്കെ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറക്കി വിടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ പാർട്ടിക്ക് നേരെ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് ജനങ്ങൾക്ക് വിടുന്നു. ഇനി CC അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേതാക്കളുടെയും അണികളുടെയും പെരുമാറ്റം അത്ര പോരാ, മോശമാണ്. ആ പെരുമാറ്റം മോശമാണ് എന്ന് പറയുമ്പോൾ അത് തിരുത്തേണ്ടതായ കാര്യമാണ് എന്ന് CC ഉൾക്കൊള്ളുകയാണ്. അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം തെറ്റ് തിരുത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതാണ് അതിലെ പ്രധാനപ്പെട്ട ടേക്ക്. തെറ്റ് തിരുത്തി, തെറ്റാണ് സംഭവിച്ചത് എന്ന് തിരുത്തേണ്ട സമയത്താണ് ഉണ്ണിസാറെ രക്ഷാപ്രവർത്തനം സൂപ്പറാണ് എന്ന് വീണ്ടും പറയുന്നത്. ആ രക്ഷാപ്രവർത്തനത്തെയാണ് ജനം ഇങ്ങനെ കഴിഞ്ഞ 7 മാസമായിട്ട് ഇങ്ങനെ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിലാകുന്നില്ല അത് രക്ഷാപ്രവർത്തനമാണ്. പിടിച്ചു മാറ്റണ്ടേ? ആത്മഹത്യക്ക് ശ്രമിച്ചത് അപ്പോൾ തടയണ്ടേ? അവരുടെ ജീവൻ രക്ഷിക്കണ്ടേ? ജീവൻ രക്ഷിക്കാനായി പിടിച്ചു മാറ്റുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ അരുൺ ഇപ്പോൾ ഒരു വാഹനത്തിന്, ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോൾ ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഡോക്ടർ അരുൺ വാഹനം വന്ന് ഇടിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ അരുണിനെ കൈപിടിച്ചു മാറ്റും. എന്നിട്ട് ഞാൻ ഇപ്പുറത്തുള്ള ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കില്ല. അത് രക്ഷാപ്രവർത്തനമല്ല, അത് കൊലപാതക ശ്രമമാണ്. ഞാൻ ഒരിക്കലും താങ്കളെ ചെയ്യില്ല, താങ്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരിക്കലും തലയൊന്നും തല്ലിപ്പൊട്ടിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് തല്ലിപ്പൊട്ടിക്കില്ല, ദേഹോപദ്രവം ഏൽപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് ഒരു ബസ്സിന് മുന്നിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അയാളെ പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അയാളെ വീണ്ടും ഉപദ്രവിക്കുമ്പോൾ അവിടെ എവിടെയാണ് രക്ഷിക്കൽ? അവിടെ എവിടെയാണ് ജീവൻ രക്ഷ? അയാളുടെ ജീവൻ നശിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? ഇത്രയും ചെയ്ത് കൂട്ടിയിട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ കാണാത്ത കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാണ്. ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആളെ പിന്നീട് എന്ത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്നറിയോ? ആംബുലൻസിലാണ്. ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ അതാണ് ആ നിലവിളി ശബ്ദം വിട്ട് പോകേണ്ടി വന്നു. മുഖ്യമന്ത്രി പക്ഷേ കണ്ടില്ല. 7 മാസമായിട്ട് മുഖ്യമന്ത്രി കണ്ടില്ല. മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും ആ ഓഫീസിലുള്ളവരോ ആരെങ്കിലും ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. മുഖ്യമന്ത്രി നമ്മുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് റിപ്പോർട്ടറിന്റെ പ്ലേലിസ്റ്റിലും ഉണ്ടാകുമല്ലോ അന്നത്തെ ജീവൻ രക്ഷാപ്രവർത്തനം, ഉറപ്പായും ഉണ്ടാകും, ആ സ്റ്റോറീസ് ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ ആ ദൃശ്യങ്ങളുണ്ട്. അതായത് റിപ്പോർട്ടറിനെ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും പക്കലുള്ള എല്ലാവരും ആവർത്തിച്ച് ടെലികാസ്റ്റ് ചെയ്ത ആ ദൃശ്യങ്ങൾ ആവർത്തിച്ച് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. അതെ, അപ്പോൾ എന്നിട്ടും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് നുണ പറയുന്നത്? അതാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് നിയമസഭയിലൊക്കെ വന്ന് നുണ പറയുന്നത് എന്തിനാണ്? ഞാൻ കണ്ടത് ഇതാണ്, ഞാൻ കണ്ട കാര്യം അന്നും ഇന്നും പറയും. അങ്ങ് കണ്ട കാര്യം പറയണം, അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷെ അങ്ങ് കണ്ടില്ല എന്ന് വെച്ച് അവിടെ നടന്ന കാര്യം സത്യമല്ലാതാകില്ല. അവിടെ അത് നടന്നതാണ്, അവിടെ നടന്ന കാര്യം സത്യമാണ്. കാഴ്ചയിൽ പെടാത്തതും കാഴ്ച മറയ്ക്കുന്നതുമാണ് നമ്മുടെ മുഖ്യമന്ത്രി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആ കാഴ്ച മറച്ചുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി എന്ന് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി അങ്ങൊന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞ ഇടിമുറിയിൽ വളർന്നു വന്ന പ്രസ്ഥാനമല്ല, അതിനോടൊക്കെ യോജിക്കുന്നു. VD സതീശൻ പറഞ്ഞതുപോലെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച ഗുണ്ടാപ്പട, അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ അതൊക്കെ രാഷ്ട്രീയ പ്രതികരണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പിണറായി വിജയനെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഗുണ്ടാപ്പടയൊന്നും കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ മേലെയാണ് അദ്ദേഹം നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി MV ഗോവിന്ദൻ പറഞ്ഞ ഒരു വാചകം കൂടി, കായംകുളത്തൊക്കെ എല്ലാം കൃത്യമായി വിലയിരുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. 3ാം സ്ഥാനത്തായത് വെള്ളാപ്പള്ളിയോട് CPIM കാട്ടിയ സഹിഷ്ണുത തിരിച്ച് പാർട്ടിയോട് കാണിച്ചില്ല, കണ്ടെത്തലാണ്. അപ്പോൾ ഈ സഹിഷ്ണുത പറഞ്ഞാൽ എന്താണ്? കേസെടുക്കില്ല, രക്ഷിച്ചോളാം, അതൊക്കെയാണോ ഈ സഹിഷ്ണുതയുടെ ലെവൽ എന്ന് പറയുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കൃത്യമായി വിമർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല. നേരത്തെ കൂറിലോസ് പിതാവിനെയൊക്കെ വിമർശിക്കാനായി, ബിഷപ്പിനെ വിമർശിക്കാനായിട്ടൊക്കെ വലിയ താല്പര്യമായിരുന്നു. പെട്ടെന്ന് വിവരദോഷി എന്ന് വിളിച്ചു. വെള്ളാപ്പള്ളിയെ ഇതുവരെ വിമർശിച്ചോ? ഇല്ലല്ലോ. വീണ്ടും എങ്ങനെയാണ് BJP പാളയത്തിലേക്ക് പോയത്, തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതാണ് ചർച്ച. അപ്പോൾ വിമർശിക്കേണ്ടതാണ്. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിന് ഇങ്ങനെ പറയാമോ? അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഒരു കാര്യവും
ഒന്നും പറയില്ല. അതായത് പേടിക്കേണ്ടവരെ പേടിക്കാൻ നന്നായിട്ട് അറിയാം. പാവപ്പെട്ട ജനത്തിന്റെ മെക്കിട്ട് കയറിയാൽ ആര് ചോദിക്കാനാ? യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയൊക്കെ തല്ലിച്ചതച്ചാൽ ആര് ചോദിക്കാനാ? പ്രതിപക്ഷം കുറെ ബഹളം വയ്ക്കും. പക്ഷേ ഇന്നൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. AASF പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണെന്ന്. അതായത് സ്വന്തം മുന്നണിയിൽ തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിനോട് യോജിപ്പില്ലാത്ത സംഘടനകൾ തന്നെയുണ്ട്. അപ്പോൾ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കരുതി പ്രതികരിക്കണമെന്നാണ്. അതിലെ നേതാക്കളോട് അദ്ദേഹത്തോടും അതുതന്നെയാണ് പറയാനുള്ളത്. കരുതി പ്രതികരിക്കണം, കള്ളം പറയരുത്. Meet the editors.